ഡൽഹിയിൽ ബോംബ് സ്ഫോടനം നടന്ന ഏകദേശം മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ മാധ്യമക്കാർക്ക് ഇത് ബോംബ് സ്ഫോടനമാണ്, അതുപോലെ തന്നെ ഇത് വൈറ്റ് കോളർ ടെററിസം, സ്ലീപ്പർ സെൻസ് അറ്റാക്കാണ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. NIA കേസ് എടുക്കുന്നതിൻ്റെ മുമ്പാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഇവരെന്നെ ഒരു തിരക്കഥ സംഭാഷണ സംവിധാനമൊക്കെ ചെയ്തിട്ട് ഇവരെന്നെ ഒരു കഥ കൊണ്ട് വിട്ടെന്ന്, എന്നിട്ട് അതും ഏറ്റുപിടിച്ചിട്ട് കുറേ ആൾക്കാർ. ഇതെങ്ങനെയാണ് ഇവർക്ക് മാത്രം ആദ്യം തന്നെ കിട്ടുന്നത്? അതായത് കേസ് എടുത്തിട്ടില്ല, ഇവിടെ RDXൻ്റെ ഒരു തരി പോലും ഇപ്പോൾ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതിവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ എന്ന് പറയുന്ന ടൈമിൽ ഇവരിതൊക്കെ ഓർപ്പിച്ച് മാധ്യമങ്ങൾ നമ്മളിൽ എത്തിച്ച് തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ തന്നെ പറയാണ് ഇതേമാതിരിയുള്ള ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ പല മേഖലയിൽ നിൽക്കണ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരിൽ തന്നെ ഒരു ഭിന്നിപ്പുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഇത് ഉണ്ടാവണം എന്താ വെച്ചാൽ ഈ ഇലക്ഷൻ കഴിയണ വരെ ഇതാണ്ട് കടന്നിട്ട് പോയിപ്പിക്കും. എന്നിട്ട് ഇലക്ഷൻ കഴിയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടും. പിന്നെ അത് ആരാ ചെയ്തത്, എന്തിനാ ചെയ്തത്, എങ്ങനെ ചെയ്തത്, ഇവർക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടിയത്, അങ്ങനത്തെ ഒരു ഡീറ്റെയിൽസും ഇതാണിപ്പോൾ നടക്കാൻ പോകുന്നുണ്ടാവുക. കുറേ ഇങ്ങനെ തന്നെ നടന്നിട്ടുള്ളത്. 10-15 വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ കുറ്റവാളികളല്ല എന്ന് പറഞ്ഞിട്ട് പുറത്ത് കൂടുകയും ചെയ്യും. എന്താണ് ഇതാണിപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ.